കോഴിമുട്ട കയറ്റിവന്ന ലോറി മറിഞ്ഞ് 1,40,000 കോഴിമുട്ടകൾ നശിച്ചു. ദേശീയപാതയിൽ കണ്ണൂർ മുഴപ്പിലങ്ങാട് മേൽപ്പാലത്തിലാണ് അപകടമുണ്ടായത്. തമിഴ്നാട് നാമക്കലിൽ നിന്നും കണ്ണൂരിലേക്ക് വരികയായിരുന്ന ലോറിയാണ് മറിഞ്ഞത്. ഇന്ന് രാവിലെയാണ് തലശ്ശേരി കണ്ണൂർ ദേശീയപാതയിൽ മുഴപ്പിലങ്ങാടിൽ വെച്ച് ഈ മുട്ട കയറ്റി വന്ന ലോറി അപകടം സംഭവിക്കുകയും ഏതാണ്ട് 1,40,000 മുട്ട നശിച്ചു പോവുകയും ചെയ്തു. ഏതായാലും ഭാഗ്യത്തിന് ആ വാഹനത്തിലുള്ള ഡ്രൈവർക്കോ ക്ലീനർക്കോ വലിയ അപകടമൊന്നും സംഭവിച്ചില്ല. ഈ പാലത്തിൻ്റെ മുകളിലാണ് അപകടം സംഭവിച്ചത്. അങ്ങനെ ഈ മുട്ട മുഴുവൻ ഈ റോട്ടിലേക്ക് താഴേക്ക് വീഴുകയാണ് ഉണ്ടായത്. വലിയ രീതിയിൽ ആളുകൾക്ക് റോട്ടിൽ കൂടി നടന്നു പോകാൻ കഴിയാത്തൊരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായി. കാരണം മുട്ടയായിരുന്നു റോട്ടിൽ മുഴുവനും. ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഈ ചേട്ടനൊക്കെ ഭാഗ്യത്തിലാണ് രക്ഷപ്പെട്ടത്. ചേട്ടൻ എന്താ സംഭവിച്ചത്? ഞാൻ ഇവിടെ ഇരുന്നതാ. പെട്ടെന്ന് ഒച്ച കേട്ടിട്ട് അപ്പോൾ ഇതിവിടെ വീണ് അടിച്ചു ഓടിക്കളഞ്ഞ്. മുട്ടയിൽ ട്രേയിൽ അടുക്കം പൊട്ടിയതുകൊണ്ട് വെള്ളം ഇങ്ങനെ അതിൻ്റെ മുട്ടയിലെ വെള്ളം ഇങ്ങനെ മറിയാം. മാലിന്യങ്ങളെല്ലാം വമ്പം പ്രശ്നമായിട്ട് മാറും. ഈ മാലിന്യങ്ങൾ ഇപ്പോൾ പാൽ സർവീസുമായിട്ട് ഒന്ന് ബന്ധപ്പെട്ടിട്ട് ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പരിഹാരമാവും. ഈ പാലം വന്നതിന് ശേഷം ഒരുപാട് അപകടങ്ങൾ ഇതുപോലെ നടന്നിട്ടുണ്ട്. ഇതിന് ഇപ്പോൾ ഒരു 3 മാസം മുമ്പ് ഇതിൻ്റെ കൈവരി പൊട്ടിയിട്ട് അതിപ്പോഴും ശരിയാക്കിയിട്ടില്ല. ഇപ്പം ഇന്ന് അപകടം സംഭവിക്കാൻ എന്താണ് കാരണം? കാരണം ഈ ടേണിംഗ് ആണ് ഇതിൻ്റെ മെയിൻ പ്രശ്നം. ഈ റോഡിനുണ്ടാകുന്ന ടേണിങ് പെട്ടെന്ന് അങ്ങ് ഇങ്ങോട്ട് വരുന്ന വണ്ടി പെട്ടെന്ന് കാണാൻ പറ്റില്ല. അപ്പോൾ ഓവർടേക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ അപ്പോൾ സ്വാഭാവികമായിട്ടും വെട്ടിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ആക്സിഡൻറ്റ് സംഭവിക്കുന്നു. അതാണ് കാര്യങ്ങൾ. ടേണിങ്ങിൽ അത് നിയന്ത്രണം വിട്ടതാണ് അപകടത്തിന് കാരണമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഫയർഫോഴ്സ് അടക്കം സ്ഥലത്തെത്തി റോഡ് മുഴുവൻ വെള്ളമടിച്ച് വൃത്തിയാക്കുകയും ചെയ്തു. പക്ഷേ ആ സമയത്ത് ഈ മുട്ടയുടെ അവശിഷ്ടങ്ങൾ കിടക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ബൈക്കുകളൊക്കെ തന്നെ അപകടത്തിൽപ്പെടുന്നൊരു സാഹചര്യമുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ റോഡൊക്കെ തന്നെ വൃത്തിയാക്കി പൂർണ്ണമായും ഗതാഗത യോഗ്യമാക്കിയിട്ടുണ്ട് റോഡ്. ഏതായാലും 1,40,000 മുട്ടകളാണ് ഈ അപകടത്തിൽ നഷ്ടമായത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഏതാണ്ട് 5 ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടം ഈ അപകടം കൊണ്ട് മാത്രം ഉണ്ടായി എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കണ്ണൂരിൽ നിന്നും ഷാജി ചന്ദ്രപുരിക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.